ഹലോ ഫ്രണ്ട്സ്, ജീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ തറവാട് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരെ എത്തിയപ്പോഴാണ് കാണുന്നത് ഇത് നിറയെ കാന്താരി മുളക് ഉണ്ടായി പഴുത്ത് നിൽക്കണു. അപ്പോൾ കാന്താരി മുളകിനൊക്കെ നല്ല വിലയാണല്ലോ, കിട്ടാനുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് പറിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഞങ്ങൾ 6 പെൺകുട്ടികളാണ്. ഞാനാണ് ഏറ്റവും ഇളയത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിൽ സെറ്റിലായി. എൻ്റെ അമ്മ മരിച്ചിട്ട് 12 വർഷമായി. അപ്പോൾ എൻ്റെ പിന്നെ അപ്പച്ചനായിരുന്നു. അപ്പച്ചൻ മരിച്ചിട്ടിപ്പം ഒരു 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വീട് പൂട്ടിയിട്ടിരിക്കുക, ആരുമില്ല വീട്ടിൽ. എനിക്ക് ആങ്ങളമാരില്ല. ഞങ്ങൾ 6 പെൺകുട്ടികളാണ്. അങ്ങനെ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് വെറുതെ വീട്ടിലോട്ടൊക്കെ വന്നതാണ്. വൈകിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാനും ഹസ്ബൻഡും മോളും കൂടി വീട്ടിലേക്കൊന്ന് ചുമ്മാ വന്നത്. അപ്പോൾ ദേ നിറയെ കാന്താരി മുളക് നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി ഇത് കളയണ്ടാന്ന് വിചാരിച്ച് ഞാനങ്ങ് പറിച്ചതാണ്. ഇത് ഇഞ്ചി ഉണ്ട് നിറയെ, ഇഞ്ചി നിറയെ നിൽക്കുന്നുണ്ട്. ആരും പറിക്കാനില്ല. അപ്പച്ചൻ നല്ലൊരു കർഷകനായിരുന്നു. നന്നായിട്ട് പച്ചക്കറികളും എല്ലാ സാധനങ്ങളൊക്കെ അപ്പച്ചൻ നന്നായിട്ട് നടുകാർന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളിവിടെ ഒന്ന് ജസ്റ്റ് വന്ന് നോക്കിയിട്ട് പറഞ്ഞു വിചാരിച്ചു. ഇതാണ് എൻ്റെ വീട്. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന വീട്. ഇപ്പോൾ ഇവിടെ താമസമില്ല. 3 മാസമായിട്ട് അങ്ങനെ കിടക്കുകയാണ്, ആരുമില്ലാതെ. അതുകൊണ്ടാണോ കുട്ടികൾ എങ്ങനെ പുല്ല് പിടിച്ച് നാശമായിട്ട് കിടക്കണത്. ഇവിടെ ആരുമില്ല. എൻ്റെ ജനിച്ച് വളർന്ന വീട് എനിക്കെൻ്റെ കുട്ടിക്കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അതുപോലെ തന്നെ നല്ല വിഷമവും വരുന്നുണ്ട്. അപ്പച്ചനും അമ്മച്ചും ഇല്ലാതെ ഉള്ള ഒരവസ്ഥ ഓർക്കുമ്പം നല്ല വിഷമമുണ്ട്. നല്ല എന്തൊരു സന്തോഷത്തിൽ ഭയങ്കര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ ഭയങ്കര ഒരു വിഷമം മനസ്സിൽ. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന വീട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുമില്ല. അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു. അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ടുള്ളൂ. പക്ഷെ ഇവിടേക്ക് വന്നപ്പം പെട്ടെന്ന് ഒരു വിഷമം. ആരുമില്ലാത്ത നമ്മൾ ഇത്ര നാളും ഇവിടെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം ഒരു വല്ലാത്ത വിഷമം. അപ്പോഴാണ് ഞാൻ കുറച്ച് കാന്താരി മുളക് ഇനിയുണ്ട് അവിടെ പറിക്കാനായിട്ട്. അത് കണ്ടപ്പോൾ ഞാൻ പറിച്ചതാണ്. ഇഞ്ചി ഒക്കെ ഉണ്ട്. അപ്പച്ചൻ നല്ലൊരു കർഷകനായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാ ഇവിടെ വന്നപ്പോഴാണ് ഇത് പേരയ്ക്കൊക്കെ പഴുത്ത് കിടക്കണത്. കണ്ടോ നല്ല പേരയ്ക്ക. പോയി എടുത്തോളി. നല്ല പേരയ്ക്ക കണ്ടപ്പം നല്ല സന്തോഷം. പേരയ്ക്ക കണ്ടപ്പോൾ അതാ നല്ല പേരയ്ക്ക കിട്ടി. പിന്നെ വാഴകൾ, ഈ വാഴകളൊക്കെ അപ്പച്ചൻ വെച്ച വാഴകളാണ് കേട്ടോ. വാഴകളൊക്കെ കൊലച്ചു. ഇത് അങ്ങോട്ടൊക്കെ കാണിച്ചിടത്. ഇത് ചേന, വാഴ ഇതൊക്കെ നിറയുണ്ട് ഇവിടേക്ക്. ഇതൊക്കെ ഫുൾ ആരും ഇപ്പം നോക്കാനില്ലാത്തത് കൊണ്ട് കാട് പിടിച്ച് കിടക്കുക. കാടായിപ്പോയി ആരുമില്ലാത്തതുകൊണ്ട്. അപ്പച്ചൻ മരിച്ച് 3 മാസമായല്ലോ. അതിനുശേഷം ഇപ്പം ഭയങ്കര മഴയായിരുന്നു. ആരും പണിക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. മഴയൊന്ന് കുറഞ്ഞിട്ട് വേണം ആളെ കൂട്ടി ഒന്ന് റെഡിയാക്കണം. ഇതാ ഇവിടെ കാന്താരി മുളക് കണ്ടപ്പോൾ ഞങ്ങളിവിടെ മത്സരിച്ച് പറിച്ചുകൊണ്ടിരിക്കുക. നിറയുണ്ട് മുളക്. നിറയെ കാന്താരി മുളകുണ്ട്. കാന്താരിക്ക് നല്ല വിലയല്ലേ, നല്ല ടേസ്റ്റാണ് താന് പെറുക്കിയിട്ടാൽ. പെരക്കണ്ടോടി സുയി പോയി. ഇനി ഞാൻ തന്നെ നിന്ന് പറിക്കണം. എന്നാലും ഇത് മുഴുവൻ ഞാൻ പറിച്ചെടുക്കും. അപ്പോൾ ഞാനിനി കാന്താരി മുളക് മുഴുവൻ ഒന്ന് പറിച്ചെടുക്കട്ടോ. കുറേ മുളകുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.